ഭാരത സർക്കാർ നൽകുന്ന ഈ സരോവർ പുരസ്കാരം ആദരവോടെ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിനെല്ലാം കാരണഭൂതനായ സർവേശ്വരനെ ഞാൻ മനസ്സാൽ നമിക്കുന്നു. തുടർന്നും ഞങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരുന്ന ജീവകാരുണ്യ പ്രവർത്തനം നിങ്ങൾ ഏവരുടെയും അറിവോടെ തുടരുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി കരുണ അർഹിക്കുന്ന വ്യക്തികളോ കുടുംബമോ സ്ഥാപനങ്ങളോ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നിൽക്ക. കല്യാണിയെ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കിയത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനുള്ളത് നിനക്ക് ഞാൻ വേറെ വച്ചിട്ടുണ്ട്. പിന്നെ മേനോന്റെ കാര്യം, നീ ഏത് മാളത്തിൽ ഒളിപ്പിച്ചാലും പുറത്തു കൊണ്ടുവരാൻ മേനോന്റെ വീട്ടുകാരെ കൊണ്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പോവുക. കോടതി അന്വേഷണത്തിന് ഉത്തരവിടുമ്പോ നീ തീറ്റിപ്പോറ്റുന്ന പോലീസുകാർ തന്നെ മേനോനെ മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. മേനോന്റെ കയ്യിലെ തെളിവുകൾ കിട്ടി സെക്കൻഡുകൾ വെച്ച് നിന്റെ അനിയത്തി ഗംഗയെ ഞാൻ തൃച്ചംബരത്ത് നിന്ന് പായിച്ചിരിക്കും. പിന്നെ അധികം വൈകാതെ തൃച്ചംബരം തകർക്കാൻ നിൽക്കുന്ന നിന്റെ പുലകുളി അടിയന്തരം നടത്തും ഞാൻ. വിളിച്ചോണ്ട് പോടാ. മയങ്ങിക്കോ മയങ്ങിക്കോ, ഇവിടെ കിടന്ന് സുഖമായി മയങ്ങിക്കോ. നീ നിന്റെ അവസാനത്തെ ഉറക്കം ഉറങ്ങിക്കോ. നീ ഇവിടെ കിടന്ന് ചാകണം, അതെനിക്ക് കാണണം. എനിക്കത് കാണണം. അവളുടെ പെരുവിരൽ കൂട്ടിക്കെട്ടി നിലവിളക്കിന്റെ മുന്നിൽ കിടത്തുമ്പോ ആ കിഴവൻ ദാസന്റെ അലമുറയിട്ടുള്ള കരച്ചിൽ
സ്വന്തം രക്തത്തെ മറ്റുള്ളവർക്ക് വേണ്ടി നോവിക്കേണ്ടി വന്ന മനസ്സിന്റെ മുറിവ്, അതിന്റെ ആഴം, പക ഒക്കെ നിന്റെ വാക്കുകളിൽ എനിക്ക് കാണാം. ഈ മനസ്സിന് അല്പം കുളിര് പകരാൻ ശ്വാസം കിട്ടാതെ പിടയുന്ന കല്യാണിയുടെ മരണവെപ്രാളം സഹായിച്ചേക്കാം. നീ വാ, തത്സമയം കണ്ട് ആസ്വദിക്കുന്നീ. വാ. എങ്ങനെയുണ്ട്? സൂപ്പർ, സമ്മതിച്ചിരിക്കുന്നു. അയ്യോ ഗംഗേ, എന്താ ആന്റി? ആനന്ദ് വരുന്നേ, വാ. നീയൊക്കെ പെണ്ണാണോടി? പെണ്ണെന്ന് വിളിച്ച അത് പെൺവർഗത്തിന് എന്നെ അപമാനോ? നീയൊന്നും തോൽപ്പിച്ച തോൽക്കുന്നവളല്ല ഈ പ്രിയങ്ക. രക്ഷംബരത്തെ ചുട്ട് ചാമ്പലാക്കി ഒരു പിടി ചാരം വാരി പറത്തണോ എനിക്ക്? മാഡം വല്ലാതെ കലിയിളയിരിക്കാണല്ലോ. മാഡം നിനക്കൊക്കെ ആ മേനോനിൽ നിന്ന് തെളിവുകൾ അടങ്ങി പെൻഡ്രൈവ് കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ല മാഡം, അവനത് പറയുന്നില്ല. അവൻ ഇനി അല്പപ്രാണനെ ബാക്കിയുള്ളൂ. ഏയ്, ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ നിനക്കൊക്കെ നാണോ ഇല്ലടാ? മാഡം, അയാള് പോലീസ് ബുദ്ധിയാ പ്രയോഗിക്കുന്നത്. എത്ര തല്ലിച്ചതച്ചിട്ടും അവൻ നമുക്ക് വേണ്ട ഉത്തരം തരുന്നില്ല. നീയൊക്കെ കൈയും കെട്ടി നിന്നാ അവനങ്ങ് കുമ്പസാരിക്കുമെന്ന് വിചാരിച്ചോ? നോട്ടോറിയസ് ഗുണ്ടകളാണത്ര. മാഡം അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? അവന്റെ ആയുസിന്റെ നീളം പോലെ ഇനി ഏത് നിമിഷവും ഞാൻ അവിടെ എത്തും. അവിടെ തീരുമാനിക്കാം കൊല്ലണോ വേണ്ടയോന്ന്. മാഡം അല്ല മാഡം, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ ബന്ധങ്ങൾ അന്വേഷിച്ചിടത്തോളം അവരുമായി ഒരു ശത്രുതയ്ക്ക് പോകാതിരിക്കുന്നതാ ബുദ്ധി. നിനക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയാണല്ലോ. എന്നോട് കാശ് വാങ്ങിച്ചിട്ട് അഖിലയ്ക്ക് വേണ്ടി വാദിക്കാൻ നടക്കുന്നോ? ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? വെട്ടി ജയിച്ച് മുന്നേറാൻ അറിയാവുന്ന നാഗമഠത്തെ പ്രിയങ്ക. അംഗത്തിനിറങ്ങിയ ആ പടനിലത്തിട്ട് ശത്രുവിന്റെ തല അർത്തിട്ട് പ്രിയങ്ക തിരിച്ചു പോരൂ. ഒന്ന് തോറ്റാ 9 വട്ടം ജയിക്കാൻ അറിയാം പ്രിയങ്കയ്ക്ക്. എന്റെ മുന്നിൽ നിന്ന് പോയി ആ മേനോനിൽ നിന്ന് ആ പെൻഡ്രൈവ് എവിടെയാണെന്ന് ചോദിച്ചറിയാൻ നോക്ക. ശരി മാഡം. ശരി മാഡം.
നീ ഏതായാലും തൃച്ചംബരത്തേക്ക് ചെല്ല്. ഒരു കുറ്റബോധവും വേണ്ട. നിന്റെ കുറ്റബോധം അഖിലയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് പാകിയെന്ന് വരും. അതിനിട നൽകാതെ സന്തോഷമായിട്ട് ചെല്ല്. ചെല്ല്. അനിയൻകുട്ട, ചേച്ചിക്ക് സ്നേഹം അളക്കുന്ന വിദ്യയൊന്നും അറിയില്ല. അതുകൊണ്ട് വലിയ കുഞ്ഞിനോടാണോ അച്ഛനോടാണോ സ്നേഹം കൂടുതലെന്ന് ചോദിച്ച ഒരു വിങ്ങല് മാത്രമായിരിക്കും എന്റെ ഉള്ളില്. ചേച്ചി കരയല്ലേ? നീ കേട്ടില്ലേ അച്ഛൻ പറയണേ? വലിയ കുഞ്ഞിനോടടുത്താ എന്റെ ജീവന് പോലും ആപത്താണത്രേ. നിനക്കറിയോ, വലിയ കുഞ്ഞിൽ നിന്ന് അകലുന്ന ആ നിമിഷം ചേച്ചിയുടെ ശരീരത്തിൽ ശേഷിക്കുന്ന ജീവശ്വാസം പോലും ഉണ്ടാവില്ല. ചേച്ചി വെറുതെ സങ്കടപ്പെടരുത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആരും അറിയാതെ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയതാ വല്യ കുഞ്ഞ്. അങ്ങനെയുള്ള വല്യ കുഞ്ഞിന് ചേച്ചി സ്വന്തമാക്കാനും അറിയാം, എനിക്ക് ഉറപ്പാത്. അങ്ങനെയുള്ളപ്പോ ചേച്ചി സങ്കടപ്പെടരുത്. ചേച്ചി അല്പനേരം കണ്ണടച്ച് കിടക്ക്. ഹലോ. എന്താ ഫോൺ എടുക്കാൻ ഇത്ര സമയമാണോ നിനക്ക്? ഞാൻ ഉറക്കമായിരുന്നു. എന്തിനാ നിങ്ങൾ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നത്? നീ ഉറക്കമായിരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. പ്രിയങ്കയുടെ വീട്ടിൽ പോയിട്ടുള്ള വരവല്ലേ? അതും വന്ന് അകത്തേക്ക് കയറിയിട്ട് പോലുമില്ല. നിങ്ങൾ എവിടെയാ? ഞാൻ നിന്റെ നിഴൽ ദൂരത്തുണ്ട്, പക്ഷെ കാണാൻ മറയത്താണെന്ന് മാത്രം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾ എന്തിനാ എന്നെ ടോർച്ചർ ചെയ്യുന്നേ? നീയും വിലാസിനിയും ചേർന്ന ആ പാവം കല്യാണിയോട് കാണിക്കുന്ന ടോർച്ചറോളം വരില്ല ഞാൻ നിന്നോട് കാണിക്കുന്നത്. വിലാസിനിയുമായി ചേർന്ന് കല്യാണിയെ കൊല്ലാൻ നോക്കിയത് എനിക്കറിയില്ലെന്ന് വിചാരിച്ചോ നീ? അതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. എന്താ അഖിലാണ്ടേശ്വരിക്ക് അയച്ചു കൊടുക്കട്ടെ? അത് അയ്യോ വേണ്ട. നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത്? എത്ര വേണമെന്ന് പറ, ഞാൻ തരാം. എനിക്ക് നിന്റെ പണമൊന്നും വേണ്ട. നീ 4-5 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കും. ഇപ്പം നിൽക്കുന്നിടത്ത് നിന്നും അല്പം കൂടി ലെഫ്റ്റിലേക്ക് നടക്കുക. നിൽക്ക്, താഴേക്ക് നോക്ക്. താഴെ ഒരു സിഗരറ്റ് അണയാതെ കിടക്കുന്നില്ലേ? സിഗരറ്റ് അണയാതെ കത്തിയെറിയുന്നുണ്ട്. ആ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് കയ്യിലെടുക്ക. വെറുതെ എന്നെ തിരയാൻ നിൽക്കേണ്ട ഗംഗെ, എന്നെ നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതുപോലെ. ഹായ് ബ്രോ. ഹായ് ബ്രോ. ആ, 2 എണ്ണം എത്തിയല്ലോ. അതെ, ഞങ്ങള് റെഡിയാ. ഇനി ബ്രോയും കൂടി റെഡിയായ നമുക്ക് വേഗം പോവാം. അതെ, ഇത് വെയർ ഹൗസിന്റെ കോൺക്രീറ്റ് ആണെന്നറിയാലോ. പെട്ടെന്ന് റെഡിയാവും മച്ചു. നിങ്ങൾ വയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാം. നീ എന്താ ഈ പറയുന്നേ? എനിക്ക് തിരിച്ചു വന്ന് 10 മണിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. അതിനെന്താ, നിങ്ങൾ ആ കോൺട്രാക്ടറെ കാണുമ്പോഴേക്കും ഞാനങ്ങ് എത്താം. അതിനെ പോകുമ്പോ ദാസേട്ടനെയും കൂട്ടിക്കോ. ദാസേട്ടനെ കൂട്ടുന്ന എന്തിനാ? ഞങ്ങൾക്കൊക്കെ ഡ്രൈവിംഗ് അറിയാലോ. എന്താ എന്റെ സുബ്ബണ്ണ, ബ്രോയോട് വെറുതെ എന്തിനെങ്ങനെ തർക്കിക്കുന്നേ? ബ്രോ പറയുന്ന പോലെ നമുക്ക് അങ്ങോട്ട് ചെയ്യാം അല്ലേ? എന്തിനാണ് ദാസേട്ടനെ വിളിച്ചോണ്ട് പോകുന്നേ? എന്താ എന്റെ സുബ്ബണ്ണ ഇത്? നിങ്ങൾ ബ്രോയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ? അയ്യയ്യയ്യേ, എന്റെ ബ്രോ എന്തേലും ഒരു തീരുമാനം പറഞ്ഞാലേ അതിനൊരു കാരണം കാണും അല്ലേ ബ്രോ? എന്ത് കാരണം? അയ്യയ്യേ, കഷ്ടം. ബ്രോ ഇന്നൊരു ഡിവോഴ്സ് ചെയ്തിട്ട് ബ്രോയുടെ ചങ്കാന്ന് പറഞ്ഞ നടന്നിട്ടേ ഇതൊന്നും മനസ്സിലാവില്ലെന്ന് വെച്ചാ ഭയങ്കര കഷ്ടം തന്നെ എന്റെ സുബ്ബണ്ണ. ഓ അങ്ങനെ
എടാ കള്ള കാമുക, എനിക്കത് കത്തിയില്ല. ഇപ്പൊ കത്തിയല്ലോ, ഇനി വേഗം പോവാൻ നോക്ക്. അപ്പോ നിന്റെ മാർഗ തടസ്സത്തെയും വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഉടനെ യാത്രയാകുന്നു മച്ചു. ആ, വാ അരവിന്ദേ. ആമേൻ. അപ്പൊ ബ്രോ പോയിട്ട് വരാം. ഏട്ടത്തേമ്മയോടെ ഈ ഉള്ളവന്റെ അന്വേഷണം പറയണേ. നീ അങ്ങോട്ടല്ലേ പോകുന്നത്, തന്നെത്താനങ്ങ് അറിയിച്ചാ മതി. അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ തന്നെ പറയേക്കാം. ശരി. നീ പോടാ. അവന്റെ ഒരു ചോദ്യം. ഈ കല്യാണി വലിയ കുഞ്ഞിനെ അല്ലാണ്ട് വേറെ ആരെ സ്വപ്നം കാണാനാടാ? അത്രയ്ക്ക് ഇഷ്ടമാണോ ചേച്ചിക്ക് വല്യുഞ്ഞിനെ? അത് എത്രയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിലും ഇഷ്ടമാണ് എനിക്ക് വലിയ കുഞ്ഞിനെ. നീ ചോദിച്ചില്ലേ വല്യുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടാണോന്ന്? വല്യുഞ്ഞില്ലാതെ ഈ കല്യാണിയില്ല. എന്റെ പ്രാണനാ. അയ്യോ, വല്യൂഞ്ഞോ? വല്യൂഞ്ഞ് എപ്പോഴാ വന്നേ? നീതാ ചായ വേണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വന്നു. അപ്പോ അനിയൻകുട്ടനോട് പറഞ്ഞതൊക്കെ കേട്ടല്ലേ? ചേച്ചി ഓൺലൈൻ ക്ലാസ്സാ, അത് റേഞ്ച് ഇല്ല. ഞാൻ പുറത്തിരുന്ന് പഠിക്കട്ടെ. ആ, ദാ നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ചായ കുടിച്ചോ. നല്ല ചൂട് ചായ. കുടിക്ക്. എങ്ങനുണ്ട്? ഗുഡ് മോർണിംഗ് ഗംഗ. എനിക്കൊരു ഗുഡ് മോർണിംഗും ഇല്ല. ഞാൻ ആകെ ടെൻഷനില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇന്നലെ ആ പാർട്ടിക്കിടയിൽ ആ അടുക്കളക്കാരി നമ്മളെ കൊല്ലാൻ ശ്രമിച്ച സംഭവം, അതെങ്ങാനും അഖിലാന്റി അറിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ അറിയാലോ. ഓർക്കുമ്പോ ഒരു പിടച്ചിലോ. ഗംഗേ, അതൊന്നും ഓർത്ത് മനസ്സ് പുണ്ണാക്കണ്ട. അഥവാ കല്യാണിക്ക് ആപത്തുണ്ടായത് അഖിലാണ്ടേശ്വരി അറിഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്കിപ്പോ എന്താ പ്രശ്നം? എന്താ ആന്റി പറയുന്നത്? കല്യാണി നമ്മളെ കൊല്ലാൻ ശ്രമിച്ച നിങ്ങാൻ അഖിലാന്റി അറിഞ്ഞ അഖിലാന്റി വെറുതെ ഇരിക്കും? അതെ, ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവളെ കൊല്ലാൻ നോക്കി, മുൻകൈ എടുത്തത് ഞാൻ. പക്ഷേ ഇക്കാര്യം നമ്മളാ ചെയ്തെന്ന് വല്ല തെളിവുണ്ടോ? സാക്ഷികളുണ്ടോ? അഖിലയുടെ കോടതിയിൽ തെളിവുകളും സാക്ഷികളും വേണം. അതൊന്നും ഇല്ലാത്തടത്തോളം നമ്മൾ ആരെ പേടിക്കാൻ? എന്താ ആന്റി, കല്യാണി ആന്റിയുടെ പേര് പറഞ്ഞ അത് പോരെ തെളിവ്? ആ, ആര്? അവളോ? ഗംഗേ, ഡ്രൈവർ ദാസിന്റെ രക്തോ കല്യാണി.
തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന കൊലയാളിക്ക് പോലും ശിക്ഷ കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാസിന്റെ രക്തം. അവള് ചത്താ പോലും എന്റെ പേര് വിളിച്ചു പറയില്ല. അതാ കല്യാണി. ഡേ, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. അതെ, കിട്ടിയ സമയത്ത് അഖിലാണ്ടേശ്വരിയുടെയും ശിവരാമേട്ടന്റെയും മനസ്സിൽ സ്ഥാനം പിടിക്കാൻ നോക്ക്. ആന്റി, അത് പിന്നെ എന്തത്? പോയി ബെഡ് കോഫി ഉണ്ടാക്കി കൊടുത്ത് മാതൃകാ മരുമകളാകാൻ നോക്ക്. ചെല്ല്. ശരി ആന്റി. ചെല്ല്. ഹലോ ആനന്ദ്. സർ, അമ്മ അടുത്തുണ്ട്. അമ്മയ്ക്കൊന്ന് സംസാരിക്കണം. ശരി, കൊടുക്ക. ഒരു മിനിറ്റ്. ഇതാമേ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ആദ്യമേ തന്നെ ഒരു സോറി പറയട്ടെ. അത്യാവശ്യമായ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡൽഹിക്ക് പോകേണ്ടി വന്നു. പാർട്ടിയൊക്കെ ഗംഭീരമായിരുന്നു എന്നറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഗംഭീരമായിരുന്നു. പക്ഷേ പാർട്ടി കഴിഞ്ഞപ്പോ ഒരു പ്രശ്നമുണ്ടായി. മർഡർ അറ്റംപ്റ്റ്. വാട്ട്? മാഡത്തിന്റെ പാർട്ടിയിൽ മർഡർ അറ്റംപ്റ്റോ? അതെ സർ. ഞാനിങ്ങ് പോന്നതിന് ശേഷമാണ് സംഭവം. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിയെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. പ്രതി ആരായാലും കണ്ടെത്തിയിരിക്കണം. ഈശ്വര, എന്നെ മാത്രം കാത്തോളേ. ഓക്കെ മാഡം, ഞാൻ ഇപ്പോ തന്നെ അന്വേഷണം ആരംഭിക്കാൻ ഓർഡർ കൊടുക്കാം. യു ഡോണ്ട് വറി. ഇതിന്റെ ഒഫീഷ്യൽ കംപ്ലൈന്റ് ആയി കരുതി കുറ്റവാളിക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം സർ. ഓക്കെ മാഡം, 1 മണിക്കൂറിനുള്ളിൽ പ്രതിയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. ഷുവർ. കേരള പോലീസ് എനി ടൈം അലർട്ടാണ് മാഡം. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഒരു മണിക്കൂറിനകം പ്രതി ആരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന SP പറഞ്ഞത്. Just wait. Just wait and see. അപ്പൊ അതിന്റെ ജയിലിൽ പോവല്ലേ? ജയന്തി, അല്ല, ഞാൻ പറഞ്ഞത് പോലീസുകാര് വന്നാ അവര് പിടിച്ച് ചോദ്യം ചെയ്യും. സത്യം തെളിഞ്ഞാ അവരെ അറസ്റ്റ് ചെയ്യും, തല്ലും, ലോക്കപ്പിലിടും. ആന്റി ജയിലിൽ കിടക്കുന്ന ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടമാ. അതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ. പിന്നെ ജയിലിലേക്ക് ചെല്ലുമ്പോ ഒരു നടയടി ഉണ്ട് ആന്റി. അത് കിട്ടിയാ പിന്നെ മര്യാദക്ക് നടന്നോളൂ. പിന്നെ അവർ തല്ലില്ല. നീ എന്താ എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുകയാണോ? ഒന്നാമത് ഉള്ളിൽ തീയ, അതിന്റെ കൂടെ അവളുടെ വക ഒരു വിവരണവും. കേട്ടിട്ട് ഞാൻ അട്ടിമുടി വിറയ്ക്കുക. അല്ല ആന്റി, പോലീസ് വന്ന ആകെ കുഴപ്പാവല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു പോയതാ. അഖിലാന്റി ലോക്കൽ പോലീസിനാണല്ലോ പെറ്റീഷൻ കൊടുത്തതെന്ന് ഓർത്ത് സമാധാനപ്പെട്ടിരിക്കായിരുന്നു ഞാൻ. അപ്പോഴാണ് DYSP വിളിച്ച് 1 മണിക്കൂറിനകം കുറ്റവാളിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞത്. എനിക്ക് പേടി ആന്റി, അതുകൊണ്ടല്ലേ. ആന്റി, ജയന്തി പറഞ്ഞതിലും കാര്യമുണ്ട് ആന്റി. പോലീസ് വന്ന പ്രശ്നം അവര് ചോദ്യം ചെയ്ത് നമ്മളെ കൊണ്ട് സത്യം പറയിപ്പിക്കും.
വരൂ. ഗുഡ് മോർണിംഗ് ഗുഡ് സർ. മോർണിംഗ് മോർണിംഗ്. ഇരിക്കൂ സർ. നിന്നെ രക്ഷിച്ച് ഞാൻ നാണം കെട്ടു. ഇനി നിനക്ക് മാപ്പ് തരില്ല. നീ ജയിലിൽ കിടന്ന് അനുഭവിച്ചിട്ട് വാ, അപ്പോഴേ നിനക്ക് നല്ല ബുദ്ധി വരൂ. അയ്യോ ചേച്ചി, ചേച്ചി എന്നെ കൈവിടരുത്. ചേച്ചി കൈവിട്ട പിന്നെ എനിക്ക് ആരുമില്ല. എന്നെ രക്ഷിക്കണം പ്ലീസ്. സാധ്യമല്ല. ഇനി ഒരിക്കലും ഞാൻ നിനക്ക് മാപ്പ് തരില്ല. ചേച്ചി, ചേച്ചി പോവില്ലേ? ചേച്ചി, ചേച്ചി എന്നെ കൊണ്ടുപോകരുതെന്ന് പറ. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. ഞാൻ ചേച്ചിയുടെ അവരെ അറസ്റ്റ് ചെയ്യൂ. പ്ലീസ് പ്ലീസ് ചേച്ചി. ഇങ്ങോട്ട് വരൂ. വരാൻ. ചേച്ചി, ചേച്ചി പറ. ചേച്ചി പറ. എന്നെ കൊണ്ടുപോകരുത്. മിസ്റ്റർ ഓഫീസർ, ഇങ്ങനെയാണോ കൊലപാതകം ചെയ്യാൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇവളെ വിലങ്ങ് വെച്ച് വേണം കൊണ്ടുപോകാൻ.